ഗൈസ്, ഞാനിന്ന് ഒരു FC മൊബൈൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനൊരു മലയാളിയാണ്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് എൻ്റെ ചാനലിലെ. എൻ്റെ ചാനൽ ഇന്നാണ് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് വ്യൂസ് ഇത്തിരി കൂട്ടിത്തരാമോ? എനിക്ക് 16 വ്യൂസ് കിട്ടി ഒരു ദിവസം കൊണ്ട്. പിന്നെ എനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ 2 സബ്സ്ക്രൈബേഴ്സും കിട്ടി, ഒരു ലൈക്കും കിട്ടി. അപ്പോൾ നിങ്ങളൊരു 2 മാസം കൊണ്ട് ഒരു 100K അടിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്ലേ ബട്ടനൊക്കെ എടുക്കണ്ടേ ഗൈസ്? നിങ്ങൾ ഇനിയും കാണുക എൻ്റെ വീഡിയോസ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഇവിടെയാണെങ്കിൽ ഇത് ലോഡാവുകയാണ്. ഗെയിം നമുക്കൊന്ന് കളിക്കണ്ടേ? ഇത് ലോഡാവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം അതുവരെ. ഓക്കെ, ലോഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കളിച്ചു നോക്കാം. ഞാൻ ആദ്യം ഇട്ടൊരു സോണിക്കിൻ്റെ വീഡിയോ ആയിരുന്നു, അതിനാണ് 16 വ്യൂസ് കിട്ടിയത്. FC മൊബൈലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത്തിരി വ്യൂസ് തരിക. അപ്പോൾ ഗെയിം പ്ലേ സ്റ്റാർട്ട്സ്. നമ്മൾ തുടങ്ങുവാണ് നമ്മുടെ ഗെയിം. പാട്ട് കേൾക്കുന്നുണ്ട് ഇവിടെ. വെൽക്കം ടു FC മൊബൈൽ. ഓക്കെ, നമുക്ക് കിക്ക് ഓഫിൽ പോവാം. ഇവിടെ നോക്കിയോ പണി. ഗെയിം കൺട്രോൾസ് ഓർ സ്കിപ്പ് ദ ബേസിക്സ് ആണ് യൂസ്. നമുക്ക് സ്കിപ്പ് ദ ബേസിക്സ് കൊടുക്കാം. ഗെയിം ഞാൻ നേരത്തെ കളിച്ചുകൊണ്ട് എനിക്കറിയാം. അപ്പം നമുക്ക് ഹോം ടീം സെലക്ട് ചെയ്യാം. ബട്ട് ഞാൻ ഇതൊന്നുമല്ല സെലക്ട് ചെയ്യണത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടീമാണ്. ഈ ടീം നിങ്ങൾ കേട്ടാൽ ഞെട്ടി തെരിച്ചു നിന്ന് പോകും. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ മലയാളി ഫാൻസിനെ തുറിച്ചു കിടക്കുന്ന ഒരു ടീം. മെസ്സിയും റൊണാൾഡോയും നെയ്മറുമൊന്നുമില്ല, അതിനേക്കാളും ഭയങ്കരന്മാരായ ആൾക്കാർ ആ ടീമിലുണ്ട്. കേരള ഫാൻസിന് എല്ലാവർക്കും ഇഷ്ടമുള്ള ലീഗ്. നമുക്ക് നോക്കാം. ലീഗ് നിങ്ങൾ കാണുന്നത്, ലീഗ് കാണാനില്ലല്ലോ. കണ്ടു മനസ്സിലായി. ഇന്ത്യൻ സൂപ്പർ ലീഗ് നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ മഞ്ഞപ്പടയാണ്, കേരള ബ്ലാസ്റ്റേഴ്സ്. ടീം അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. എന്തായിരിക്കും പേര് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കൊടുക്കാം പ്രണവ് മാസ്റ്റർ. എൻ്റെ പേര് പ്രണവ് മഹേഷ് എന്നാണ്. ഞാൻ അയക്കുന്നത് പ്രണവ് മാസ്റ്റർ എന്നാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാസ്റ്റർ. ഓക്കെ, ക്ലെയിം കൊടുക്കാം. നമുക്ക് കിക്ക് ഓഫ് ബാക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, എനിക്ക് ബ്ലാസ്റ്റേഴ്സിലെ എല്ലാ പ്ലേയേഴ്സിനെയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ അപ്പൂപ്പൻ വന്നിട്ടുണ്ട്. നമുക്ക് ക്ലബിൽ പോയി നോക്കാം.
ടാബിൽ ചാർജ് നമുക്ക് ഇങ്ങോട്ട് കയറുക. എന്നിട്ട് നമുക്ക് നേരെ പോയി ഒരാളെ നോക്കി എടുത്ത് മറ്റേ സുരേഷിന്റെ തന്നെ എടുത്തിടാം. എനിക്കറിയാം ഓട്ടോ ബിൽഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം ഇങ്ങോട്ട് വരികയായിരിക്കും. ഇനി നമുക്ക് നേരെ കിക്ക് ഓഫിൽ പോകാം. ഐക്കൺ ടീമായിട്ട് മാച്ച് ഉണ്ട്. നമുക്കിത് കളിച്ചു നോക്കാം. നമ്മുടെ 74 അവരുടെ 82 റേറ്റഡ് ടീമാണ്. അതൊന്ന് കളിച്ചു നോക്കാലോ. കളിക്കണം അതാണ് അതിൻ്റെ ഒരു ഗ്ലോറി. അതെ ഞാൻ പറഞ്ഞത് അശ്വിനെ തിരിച്ചു വാങ്ങാനാണ്. തിരിച്ചു വാങ്ങാനോ? അതെ ഇല്ല, തരാൻ പറ്റില്ല. ഞാൻ വിൽക്കുന്നില്ല. എന്റെ ജീവിതം മാറ്റി പശുവാണിത്. അങ്ങനെ പറയരുത്. ഞാൻ ഈ പശുവിനെ ആഗ്രഹിച്ച് വാങ്ങിയതാണ്. പിന്നീടാണ് ഞാൻ ചിന്തിച്ചത്. ഇല്ലില്ല, തരാൻ പറ്റില്ല. എന്ത് വിധമായി തരാൻ പറ്റും? നമുക്ക് ഫസ്റ്റ് മാച്ച് ഒന്ന് തുടങ്ങാം. പെപ്പറയാണ് ടച്ച് എടുക്കുന്നത്. KP രാഹുലിന് പന്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സ്റ്റക്കാവും അടുത്തെടുക്കുന്ന ടാബ്. പ്രശ്നം ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ടാബ് സ്റ്റക്കാവണയാണ് ഏറ്റവും പ്രോബ്ലം. വീഴണമെന്ന് കളിച്ചപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ വന്നപ്പോൾ ടാബ് സ്റ്റക്കായിപ്പോയി. പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ചെറുതായിട്ട് സ്റ്റക്ക് മാറണമെന്ന് തോന്നുന്നു. ടാബിന് സ്റ്റക്കൊന്നുമില്ല, ഗെയിം സ്റ്റക്കാവണയാണ്. കണ്ട എൻ്റെ കൈ എത്താൻ പറ്റി. സിംഗോ ഇതൊക്കെ സിംഗുണ്ട് അവർ നമ്മുടെ ടീമിൽ. ഡാനിഷ് ഫാറൂഖാണ് പോണത്. ലൂണ ക്യാപ്റ്റൻ ലൂണയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. മൾട്ടീനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. ലൂണ 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 അവർ ക്യാപ്റ്റൻ, അവർ ബെസ്റ്റ് ക്യാപ്റ്റൻ, ദ ഗോട്ട് ഓഫ് ബ്ലാസ്റ്റർ. ഷീ ഈസ് ദ ഗോട്ട് ഓഫ് ബ്ലാസ്റ്റേഴ്സ്. അതില് ഒരിതുമില്ല. ഓക്കെ, നമുക്ക് ഈ മാച്ച് കഴിഞ്ഞ ഒരു പ്ലെയർ ഈ മാച്ച് കഴിഞ്ഞ് നമുക്ക് നിർത്താം. ബാക്കി നമുക്ക് നാളെ കളിക്കാം. എടാ ഫൗളോ? ആ ഫൗളില്ല, ചെറിയ കാർഡൊന്നും കിട്ടില്ല ഭയത്തിന്. എല്ലാ കാര്യം കാർഡൊന്നും കിട്ടിയ തോന്നുന്നു. ഐക്കൺ ടീം ഇങ്ങനെ തണ്ടസ്റ്റക്ക് ടീമാണ്. ഇത് സംഭവിക്കുന്നത് എന്തോ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഗോളല്ലേ? ആരും ഗോൾ അടിച്ചത് കേട്ടോ. ഇത് സ്റ്റക്കായി മാറുമ്പോഴേക്കും കുറെ നേരം എടുക്കും. നമുക്ക് അപ്പോഴേക്കും എന്തെങ്കിലും കഥയും പറഞ്ഞെടുക്കാം. അപ്പോ ഓക്കെ, സ്റ്റക്ക് ചെറുതായിട്ട് മാറണ്ടെന്ന്. ആര് ഗോൾ അടിച്ചു? ഇങ്ങോട്ട് തോന്നുന്നത് പെപ്പറയാണെന്നാണ്. കാരണം പെപ്പറയുടെ കയ്യിലാണ് ലാസ്റ്റ് പന്ത് കിട്ടിയത്. പെപ്പറ ആയിരിക്കുന്നത്. യെസ്, കറക്റ്റ്. പെപ്പറ തന്നെ. പെപ്പറയാണ് ഗോൾ അടിച്ചത്. മൾഡീനി ആളെ പിടിക്കാൻ നോക്കിയെങ്കിലും പെപ്പറേനെ തടയാൻ പറ്റില്ല. പെപ്പറ വിത്ത് എ ബ്യൂട്ടിഫുൾ ഗോൾ. മൾഡീനി ലൂണേനെ തടയാൻ നോക്കിയായിരുന്നു, അതും പറ്റിയില്ല. മൾഡീനിക്ക് ഇപ്പോൾ പവറില്ല ഗൈസ്. പണ്ട് മൾഡീനി പവറായിരുന്നു. 88 മിനിറ്റ് ഇതുവരെ നമുക്ക് ഒരു ഗോൾ അടിക്കാനേ പറ്റില്ല.
ഇതാണ് പ്രശ്നം, ഈ സ്റ്റക്കിംഗ് ആണ് പ്രശ്നം. നാളെങ്കിലും ഇത് മാറ്റിയെടുക്കാൻ നോക്കാം. ഇതാണ് മൊത്തം വൈറ്റ് സ്ക്രീൻ ആയില്ലോ. ഓക്കെ, നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ മാച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പൊ നാളെ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.